കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 32 ലക്ഷം വോട്ട് 32 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് NDAക്ക് കിട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 25 ലക്ഷമായിരുന്നു. അതിന് തൊട്ടുമുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 30 ലക്ഷമായിരുന്നു. ലോക്സഭാ ഇലക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ അസംബ്ലി ഇലക്ഷനിലെ വോട്ട് കുറയാണ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അസംബ്ലി ഇലക്ഷൻസ് വരുമ്പോൾ കോൺടെസ്റ്റ് ഒരു ബൈപ്പോളർ ആവുന്നുണ്ടോ, LDF വേഴ്സസ് UDF എന്ന് വരുന്നുണ്ടോ? ആ സാഹചര്യത്തിൽ BJP കറക്റ്റ് ആണ്. BJPന്റെ വിന്നബിലിറ്റി ഒരു ഇഷ്യൂ ആയിരുന്നു ഇതുവരെ. 2021 ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ വരെ BJP ജയിക്കില്ല, അതുകൊണ്ട് നമ്മൾ വോട്ട് അവർക്ക് കൊടുക്കണ്ട, അവർ ഇത് വേസ്റ്റ് ആവും, അതുകൊണ്ട് എനിക്ക് UDFന്റെ എതിരെ വോട്ട് കൊടുക്കുകയാണെങ്കിൽ LDFന് കൊടുക്കുക, LDFന്റെ വോട്ട് എതിരെ കൊടുക്കുകയാണെങ്കിൽ UDFന് കൊടുക്കുക. ഇതായിരുന്നു ഇതുവരെ നടക്കുന്ന ഒരു പോളിറ്റിക്സ്. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ റിസൾട്ട് കണ്ട് ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും, ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങളിപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് അടുത്ത 100 ദിവസം 3 കാര്യങ്ങളാണ്: വികസനം, വിശ്വാസ സംരക്ഷണം, പിന്നെ വരുന്ന ഈ ജമാഅത്തും മുസ്ലിം ലീഗും തമ്മിൽ ഇവിടെ നടപ്പിലാക്കുന്ന, ഞാൻ അതിൻ്റെ ഒരു വാക്ക് റെസ്പോൺസിബിലിറ്റി പറയണം, ജിഹാദി രാഷ്ട്രീയം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടക്കണം. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനാണ്: NDA, മറുവശത്ത് UDF അല്ലെങ്കിൽ LDF. LDFന് ഇനി സാധ്യത ഇല്ല. കാരണം 10 കൊല്ലം ഭരിച്ചു, ജനങ്ങളെ മനസ്സിലാക്കി, 10 കൊല്ലം അവസരം കൊടുത്തു, ഭരിച്ചു, അവർ എന്ത് ചെയ്തു എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ശക്തമായ ആന്റി ഇൻകംബൻസി ഉണ്ടല്ലോ. അത് ലോക്കൽ ബോഡിയിൽ കണ്ടല്ലോ. ആ ആന്റി ഇൻകംബൻസിയുടെ പ്രൈമറി ബെനിഫിഷ്യറി എന്ന് പറയുന്നത് UDF അല്ലേ? അത് ലോക്കൽ ബോഡിയിൽ അവർക്ക് കിട്ടി. കാരണം അതല്ലേ അസംബ്ലി ഇലക്ഷനിൽ സംഭവിക്കില്ല. അത് ലോക്കൽ ബോഡിയിൽ ലോക്കൽ ബോഡി ഇലക്ഷന് റിസൾട്ട് അറിയില്ലല്ലോ. ലോക്കൽ ബോഡിന്റെ സമയത്ത് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടി ആരായിരുന്നു? UDF ആയിരുന്നു. എത്രയോ ഗ്രാമപഞ്ചായത്തിലും എത്രയോ മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് ആരായിരുന്നു? UDF ആയിരുന്നു പ്രതിപക്ഷത്ത്. അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ 21,600 കാൻഡിഡേറ്റ് മത്സരിക്കുന്നത്. ഈ സ്കെയിലിൽ BJP NDA ഇതുവരെ മത്സരിച്ചിട്ടില്ല. ആ മത്സരത്തിൻ്റെ കാരണമാണ് നമ്മൾ 16% വോട്ടും പിടിച്ച്, കോർപ്പറേഷനും പിടിച്ച്, മുനിസിപ്പാലിറ്റിയും പിടിച്ച്, 30 ഗ്രാമപഞ്ചായത്തും പിടിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ ടാർഗറ്റ് 25% ആയിരുന്നു. 25% വോട്ട് ഷെയർ. പക്ഷേ 16 എത്താനേ NDAക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കാണ്. 25-ന് മുകളിൽ വോട്ട് ഷെയർ ഉള്ള 2 പ്രധാനപ്പെട്ട കക്ഷികൾ, 2 പാർട്ടികൾ തന്നെ അവിടെ നിൽക്കുകയാണ്, CPM-ഉം കോൺഗ്രസും. ഈ സെനാരിയോയിൽ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസക്തി എന്താണ്? അതാണ് എനിക്ക് തോന്നുന്നു. അത് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് ഒരു സംശയമില്ല. കാരണം ഇതന്നെ നറേറ്റീവ് ആയിരുന്നു ലോക്സഭയിലും. ലോക്സഭ 2024-ന് മുമ്പ് എന്തായിരുന്നു നറേറ്റീവ്? ലോക്കൽ ബോഡി ഇലക്ഷൻ 2025-ന് മുമ്പ് എന്തായിരുന്നു? ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ പറയാം. 2025 ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ജൂലൈ 12-ാം തീയതി അമിത്ഷാജി വന്നപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞേ, അത് CPM തുടരാൻ പോവാണല്ലോ ഈ അസംബ്ലി ഇലക്ഷനിൽ. ഇതിലൊരു സംശയമില്ലല്ലോ. 5 മാസം മുമ്പ് എന്തായിരുന്നു ഓർഡിങ്ങിലെല്ലാം എഴുതിയിരിക്കുന്നത്? തുടരും തന്നെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ CPM-ന്റെ ഉള്ളിലെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ഒരു 40 സീറ്റ് 30 സീറ്റ് കിട്ടും, ഞങ്ങൾക്ക് ജയിക്കാൻ പോകുന്നില്ല, അവരെന്നെ പറയുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു അഭിപ്രായം അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ കൺവെൻഷണൽ പൊളിറ്റിക്കൽ വിസ്ഡം എല്ലാം തകർന്നു.